അസ്സലാമു അലൈക്കും. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ പോകുന്നത് സൗദി അറേബ്യ ജിദ്ദ എയർപോർട്ടിലേക്ക് പോകട്ടോ. അവിടെ അക്വേറിയം ഉണ്ട്, വലിയ, അതായത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ എയർപോർട്ട് അക്വേറിയത്തിലേക്ക് പോകുന്നുണ്ടോ. എയർപോർട്ട് അക്വേറിയമാണ് പറഞ്ഞ വലിയ അക്വേറിയല്ല, എയർപോർട്ട് അക്വേറിയത്തിലേക്കാണ് പോകുന്നുണ്ടോ. അപ്പോൾ ഞാനുണ്ട്, നമ്മളെ സാദിഖുണ്ട്, മിസ്റ്റർ സാദിഖ് പെരുമണ്ണ, നമ്മൾ രാകേഷ് ചേട്ടൻ്റെ മുക്കം. അപ്പോൾ നമ്മൾ ആണ് പോവുകയാണ്. അപ്പോൾ പോകുന്ന കാഴ്ചകളും അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകളും നമ്മൾ പ്രേക്ഷകരെ കാണിക്കാൻ വെച്ചാൽ രേഖ എടുപ്പിക്കുന്നില്ല. രണ്ടാമത്തെ പെരുന്നാളാണ്, രേഖ എടുപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോകാം. വീഡിയോ ആദ്യമായിട്ട് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാണ്ട് വീഡിയോ ലൈക്ക് ചെയ്ത് വെച്ചോളൂ. വീഡിയോൻ്റെ അയപ്പനെ കമൻറ്റായിട്ട് അറിയിച്ചോ കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. ഇങ്ങനെ വലിയ പാല ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ. ഫ്ലൈറ്റ് ഒന്ന് ലാൻഡ് ചെയ്യണതാ. ജിദ്ദയുടെ സൗദി എയർപോർട്ടിലെ കാട്ടിൽ പോകുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരെ ഇവിടെ 10:30 മണി രാത്രി. അവിടെ അതാ പോണേ, ഫ്ലൈറ്റാ പോണേ, കണ്ടുണ്ടോ? ആരാണ്? മിസ്റ്റർ സാദിഖ് പള്ളിമാലൻ ഫ്രം കോയിച്ചന പെരുമണ്ണ. പിന്നെ രാകേഷ് ചേട്ടൻ ഫ്രം മുക്കം. അതെ, ഇവിടെ സൗദി അറേബ്യ ജിദ്ദയിൽ നമ്മൾ ഈ അതായത് എയർപോർട്ട് പാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ അക്വേറിയം കാണാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ വീണ്ടും പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാണ്ട് വീഡിയോ ലൈക്ക് ചെയ്തേക്കുക. കിടക്കാഴ്ച വീഡിയോ ഒക്കെ ഇതിൻ്റെ ബാക്കിൽ നിങ്ങൾ തുടർന്ന് ഇവിടെ വരുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോളി. അതെ, നമ്മളത് ഇതെടുത്തു, അത് പൊങ്ങിയിട്ടുണ്ട്. ഇത് വിശാലമായ പാർക്കിംഗ് ആണ് ഭാഷ. 5 രൂപ ഉണ്ടാകുന്ന തോന്നുന്നുണ്ട്. എയർപോർട്ടിൻ്റെ അടിയിലുള്ള പാർക്കിങ്ങിലേക്കവിടെ പോകട്ടെ നമ്മൾ. അതിവിശാലമായ പാർക്കിംഗ് ഭാഷ കണ്ടിരകളെ. നീ നോക്കാം, നിങ്ങൾ സ്രാവാണല്ലേ? എന്തെല്ലാം ഐറ്റംസ് മീനല്ലേ? എത്രയോ ഐറ്റംസ് മീൻ. വട്ടം ചുറ്റും നോക്കണേ മീനുകൾ, കളർ മീനോ വാടയില്ലേ, നാട്ടിൽ പൂട്ടമാതിരി മീൻ. ഇതാണ് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ എയർപോർട്ട് അക്വേറിയം കേട്ടോ, സൗദി അറേബ്യ ജിദ്ദയിൽ, സൗദി എയർപോർട്ടിലാണത്. എന്നാൽ രാകേഷ് ചേട്ടന് സാദിക്ക് അങ്ങനെ 3 നാൾ ഒന്നിച്ച് വന്നു കേട്ടോ. ഈ അക്വേറിയം കാണാനായിട്ട് വന്നതാണ്. നമ്മളെ രാകേഷിനെ കണ്ടില്ല എന്തായാലും, അപ്പം അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണിക്കാൻ വന്നു. ഇതാ മീൻ പൂട്ടത് ആനച്ചോട്ടില്ല. ഇതേതാ? ഇത് അമൂറോ? ഏതാണ് മീൻ പെട്ടെന്ന് നോക്കണെങ്കിൽ? മാഷാ അല്ലാ, മാഷാ അല്ലാ.
എത്ര ഹൈറ്റിലാണ് അറിയോ? ഇതാണ് അതിൻ്റെ ഫ്ലോർ ഇതാണ് വരുന്നത്. ഇതിൽ അടി ഒരുപാട് കുറ്റൂന്ന് കാര്യങ്ങളൊക്കെ ഇത് ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇങ്ങനെ കളർ മീനായിട്ട് രസമില്ല ഈ മീൻ. ഇങ്ങനെ ബാഗിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ എത്ര ഹൈറ്റിലാണ് അറിയോ? കണ്ടില്ല, ഇത്തിരി ഹൈറ്റിലാണ്. കണ്ടോ, ഇത്തിരി ഹൈറ്റിലാട്ടത് മാഷാ അല്ലാ. ഇതിൻ്റെ അടിയിലാണ് നിങ്ങൾ നമ്മൾ കടലിൻ്റെ അടിയിലേക്ക് നോക്കുമ്പോൾ കുറ്റികളാണ് നിങ്ങൾ കുറ്റികളും ചെടികളൊക്കെ ആയിട്ട് ഉണ്ടാവും. ഇത് മീൻ അതാണ് ആമൂറ് വരുന്ന സാധനം. അപ്പോൾ പോയത് അതെ മീൻ രാകേഷ് ചേട്ടാ, ആ മീൻ ആ വലിയ പരന്നിട്ട് കൂടെ ഫസ്റ്റ് വലുത് അതാണ് ഞാൻ കാണിച്ചത്, അവിടെ കാണിച്ചത്. അല്ല അവിടെ പോയി. അത് ഇത് സ്രാവല്ലേ? അത് സ്രാവാണ്. മട്ടേറ്റ് കയറാം. അങ്ങനെ നമ്മൾ വലിയ അക്വേറിയത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ പോകുന്നു കേട്ടോ. സ്റ്റെയർ കേസ് കയറി. അപ്പോൾ എയർപോർട്ടിൻ്റെ ഉള്ളിലുള്ളൊരു കാഴ്ചയാണ് കണ്ടത്. അത്ര ഹൈറ്റിൽ നിന്ന് സ്റ്റെയർ കേസിന് മേളിൽ നിന്ന് കാണുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ റോഡിൻ്റെ, അതായത് ഇത് എയർപോർട്ട് അടിയിലാണ് കിടക്കുന്നത്. ഇതിൻ്റെ മേലുകൂടി പോയി കഴിഞ്ഞാൽ വാഹനങ്ങളൊക്കെ വന്ന് നിർത്തുന്നത് മേലുണ്ട്, ബസ്സുകളൊക്കെ നേരെ മേലെ കേട്ടോ, അടിയിലല്ല. അപ്പോൾ നമ്മൾ മുകളിലോട്ട് വന്നു കഴിഞ്ഞിട്ട് വാഹനങ്ങളൊക്കെ ഇവിടെ തന്നെ വണ്ടി ആളുകൾ നിർത്തിക്കാണ്ട് ഇറക്കിയാണ് നമ്മൾ പോരി ഇവിടെ കേട്ടോ, ഈ ഭാഗത്താണ്. അതുപോലെ ബസ്സും വലിയ വാഹനങ്ങളൊക്കെ മുകളിലോട്ടാണ് വരല്. ടാക്സി മാത്രമാണ് അടിയിലോട്ട് വരല് കേട്ടോ. ഇവിടെ നമ്മൾ ആളുകളെ ഇറക്കിയിട്ട് വിടുന്ന ഭാഗത്താട്ടോ. ഇവിടെ തന്നെ ഓരോ ഗേറ്റ് ABC, A1, B2, C3 തന്നെ ഓരോ ഗേറ്റ് നമ്പറൊക്കെ ഉണ്ടാവും ഇവിടെ. ഇതിലൂടെ ഇവിടെ ആളിറക്കിയാൽ നേരെ ആൾ ഇവിടെ നിന്ന് സൂട്ടാകുക, വണ്ടി വന്ന് പോവുക. ഇനി എയർപോർട്ട് ടാക്സിയാണ് കാണുന്നത് കേട്ടോ. ഉണ്ടെങ്കിൽ ഓരോ ഭാഗത്ത് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ അയ്യാതെ ഓരോ ബസ് വരുന്നുണ്ടെങ്കിൽ. അപ്പോൾ ചങ്കിയുള്ള വീഡിയോയുടെ വൈൻഡപ്പ് കേട്ടോ. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ പോയിട്ട് എയർപോർട്ടിൽ നിന്ന് അക്വറിയും കാര്യങ്ങൾ പോകുന്ന കാഴ്ചകൾ, പിന്നെ കാഴ്ചകൾ നമ്മൾ കണ്ടു. എയർപോർട്ടിൽ നിന്നുള്ള ഫ്ലൈറ്റ് ഇറങ്ങുന്ന കാഴ്ചകളും അങ്ങനെ ഒരുപാട് വീഡിയോസ് കണ്ടില്ല. അപ്പോൾ എത്രയുള്ള വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും 3 ആളുള്ളൂ. ഇപ്പോൾ ഇന്ന് 3 ആളേ ഉള്ളൂ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ആദ്യമായിട്ട് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. വീഡിയോ ലൈക്ക് ചെയ്തോളി. ഇതുപോലത്തെ കിട്ടിക്കാഴ്ച വീഡിയോ ഒക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത് വരുന്നതാണ്. ഓക്കെ, ബൈ, അസ്സലാമു.